ആ കമ്മീഷണർ അല്ലേ? എങ്ങനെ ഇരിക്കുന്നു? ഓക്കെ ഓക്കെ ഓക്കെ. സംസാരിച്ചിരുന്നു. ഇന്നലെ ഞാൻ മിനിസ്റ്ററായിട്ട് സംസാരിച്ചിരുന്നു. അതെ അതൊക്കെ ശരിയാണ്. പക്ഷേ എന്താ ഇരിക്കും? ഇല്ല ഇവിടെ പറഞ്ഞാ. ഇവിടെ പറഞ്ഞാ. അതെ അല്ല അത് ഈ താഴേക്കടയിലുള്ള ഉദ്യോഗസ്ഥന്മാരാ ഏറ്റവും പ്രശ്നം. അതെ ഭയങ്കരന്മാരാ. ഞാൻ ഇന്നലെ നമ്മുടെ വിവരാവകാശ നിയമത്തെ കുറിച്ചിട്ട് അവിടെ വില്ലേജ് ഓഫീസറുമായിട്ടൊന്ന് സംസാരിച്ചിരുന്നു. പക്ഷെ ഒന്നിനും കൃത്യമായിട്ടുള്ളൊരു മറുപടി തരുന്നില്ല. അതെ അത് അവന്മാരാ ഏറ്റവും വലിയ വിഷയം. ഞാൻ അവൻ്റെ കസാര തെറിപ്പിക്കുന്നുള്ളത് അവനറിയില്ലല്ലോ. അതെ ഓക്കെ ഞാൻ വിളിക്കാം തീർച്ചയായിട്ടും. ലാൻഡ് ബോർഡ് കമ്മീഷണറാ. ഞങ്ങൾ ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ചവരാ. താങ്കളുടെ പേരെന്താന്ന് പറഞ്ഞേ? ആർ സത്യശീലൻ. ആറ് സത്യശീലനോ? യെസ്, രാവണൻ സത്യശീലൻ. ഓ ഞാനേ 2 ആഴ്ച മുൻപ് ഇവിടെ വിവരാവകാശ നിയമത്തെ കുറിച്ചൊരു അപേക്ഷ തന്നിരുന്നു. അതെന്റെ ഇവിടത്തെ 11ാമത്തെ അപേക്ഷയാണ്. അതിവിടെ കിട്ടിയിരുന്നു. ഞാൻ അതിന്റെ മറുപടി എഴുതിക്കൊണ്ടിരിക്കുക. ഇപ്പോഴത്തെ വിവരാവകാശ കമ്മീഷണറെ എന്റെ അടുത്ത സുഹൃത്താ. ഞങ്ങൾ ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ചവരാ. വെറുതെ ഒന്ന് വിളിച്ചാൽ മതി, ഇപ്പൊ ഇവിടെ ഓടിയത്. അതിന്റെ ഒന്നും ആവശ്യമില്ല. അല്ലെങ്കിൽ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നും കൂടി പറയുകയാണെങ്കിലേ ഞങ്ങൾക്ക് അത് എഴുതിയെടുത്തിട്ട് പറയാനല്ലോ. അത് ഞാൻ ഇതിനു മുൻപ് തന്നെ കൃത്യമായിട്ട് പറഞ്ഞ് എഴുതിയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വായിച്ചു നോക്കിയാൽ മതി. ഒന്ന് വായിച്ചു കേട്ടോ. ആ മുകളിൽ കാണും, മനസ്സിലാ. ഫയലെടുത്ത് കൊടുക്കി. അതൊന്ന് വായിച്ചു കൊടുക്കി. ഇതിലാണ് ചോദ്യം നമ്പർ 1. 10/10/12 നൽകിയ എൻ്റെ അപേക്ഷയിലുള്ള മറുപടിയിൽ പോക്കുവരവ് എന്നതിന് പകരം പോക്കുവറവ് എന്നാണ് ടൈപ്പ് ചെയ്തിരിക്കുന്നത്. ഇപ്രകാരം തെറ്റായി വരവിനെ വറവാക്കിയ ടൈപ്പിസ്റ്റിന്റെ പേര്, ജാതി, നക്ഷത്രം, ജോലിയിൽ പ്രവേശിച്ച തീയതി, നാളിതുവരെ എടുത്ത കാഷ്വൽ ലീവിന്റെ എണ്ണം. കല്യാണമല്ല തന്നെയാണോ ജാതി നക്ഷത്രമൊക്കെ ചോദിക്കുന്നത്? ഇതിപ്പോ വിവരാവകാശ കമ്മീഷന്റെ പരിധിയിൽ വരുന്ന ചോദ്യങ്ങളല്ല. ഇനിയിപ്പോ മറുപടി പറയാൻ ഞങ്ങളെ കൊണ്ടാവുകയില്ല. ഹലോ, സർവേ ഓഫീസല്ലേ? ഞാൻ BKR ശീതളൻ. പേര് കേട്ടാ തന്നെ അറിയാമോ? വെരി ഗുഡ്. അതെ, ഞാൻ താങ്കളുടെ ഓഫീസിൽ ഒരു അപേക്ഷ തന്നിരുന്നു. അത് ഞാൻ അവിടെ തരുന്ന 9ാമത്തെ അപേക്ഷയാണ്. അതെ, താങ്കളുടെ ഓഫീസിൽ അവിവാഹിതരായിട്ടുള്ള ജീവനക്കാരുടെ, സ്ത്രീ പുരുഷ ജീവനക്കാരുടെ പേര്, മേൽവിലാസം, ജാതി, ജാതകം. അതൊന്നും കിട്ടിയില്ല. അധികം വൈകരുത്. അറിയാലോ, പ്രിൻസിപ്പൽ സെക്രട്ടറിയും ഞാനും തമ്മിലുള്ള ബന്ധം. ഞങ്ങൾ ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ചവരാണ്. പഠിച്ച ബെഞ്ചിന് ഒരു 60 അടി നീളമെങ്കിലും വരും. എത്ര മാമാരാണ് ഒരുമിച്ചിരുന്ന് പഠിച്ചത്? പ്രിൻസിപ്പൽ സെക്രട്ടറി തമിഴ്നാട്ടിലാണോ പഠിച്ചേ? എന്തേ? അല്ല, ഇപ്പത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി തമിഴ്നാട്ടുകാരനാ. ഈ ഇത്ര നല്ല സാരിയും മാലയും വളയും കമ്മലൊക്കെ മേടിക്കുമ്പോ വലിയ ചെലവ് വരില്ലേ? ഇതിനും മാത്രം ശമ്പളം ഇവിടെ നിന്ന് കിട്ടുന്നുണ്ടോ എന്ന് എനിക്കൊന്ന് അറിയണം. ഇതെന്റെ പാരമ്പര്യ സ്വത്താ. പാരമ്പര്യം? ഹലോ സ്വാമി, ഒരു ഓഫീസിൽ കയറി വന്ന് വനിതാ ജീവനക്കാരിയുടെ സാരിയുടെയും സ്വർണത്തിന്റെയും ചന്തം നോക്കി ഇരിക്കുന്നത് അത്ര സുഖമുള്ള കാര്യമല്ല. അത് അനക്കല്ലോ, ആസ്വദിക്കണവർക്ക് ഇതൊരു സുഖമുള്ള ഏർപ്പാട് തന്നെയാണല്ലോ. അതെ, ഞാനൊരു പൊതുപ്രവർത്തകനാന്നുള്ള കാര്യം മറക്കണ്ട. റവന്യൂ മിനിസ്റ്ററും ഞാനും ഒരുമിച്ച് പഠിച്ചതാ, ഒരേ ബെഞ്ചില്. എല്ലാത്തിനെയും ഒരു പാഠം ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. സാറേ, ഒരു സംശയം. എന്നോടാ? എന്തേ? സാർ മാരീഡ് ആണോ? അല്ല. എന്തേ? അല്ല, കല്യാണം കഴിച്ചതാണോന്ന്? ഇല്ല. രക്ഷപ്പെട്ടു. ആര്? സാറിന്റെ ഭാര്യ ആകേണ്ടിയിരുന്ന ആ സ്ത്രീ. ഈ പേപ്പർ വെയിറ്റ് പറന്നു പോവും ഇതൊക്കെ. സൂക്ഷിച്ചു വെച്ചോളാം. കാണാം. ഓക്കെ. മറിമായം.